കാലം കോഴിയല്ലേ കൂവണത്? എല്ലാം തികഞ്ഞെന്റെ അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? കാലം കോഴി. അയ്യോ അമ്മ ഇതെന്തമ്മേ? പട്ടയമറ്റ വീണതാ. നീ അങ്ങ് അകത്തേക്ക് ചെല്ല്. അങ്ങോട്ട് എഴുന്നേറ്റ് പോകൂ. ആരാടിയത്? വേഗം അങ്ങോട്ട് എഴുന്നേക്കൂ. അമ്മമ്മ ഇങ്ങോട്ട് വരൂ. പോ, ഇങ്ങോട്ട് പോ. നാറോട്ടിയെ, ആരുമില്ലേ ഇവിടെ? നാറോട്ടി, ആരാ? നാറോട്ടി ഇല്ലേ ഇവിടെ? കുട്ടി ഇവിടെ ഇല്ല. ആരാ? എന്തു വേണം? ഞാൻ നാരായണൻകുട്ടിയുടെ ഒരു ദോസ്താ, ചങ്ങായി കുമാരൻ എന്ന് പറയും. ആ, കുമാരേട്ടനാണോ? എന്താ? അവൻ ഇങ്ങോട്ട് വന്നോ? ആര്? അപ്പൂട്ടി. ഇല്ല. ഇനിയിപ്പോ എനിക്ക് തോന്നിയതാവോ? എന്താ കുമാരേട്ടാ? ഞാൻ കടവത്ത് നിൽക്കുമ്പോ പെട്ടെന്ന് ഒരാൾ ശരം വിട്ടമാരി ഓടണുണ്ടു. ആരാന്ന് ചോദിച്ചിട്ട് പറയണമില്ല. ഇവിടേക്കാ കയറണ കണ്ടത്. മട്ടുമാരി കണ്ടിട്ടവൻ തന്നെയാ. എന്റെ കുട്ടി അവനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ എന്റെ ഈശ്വര ഇങ്ങനെ? അതൊക്കെ ശരിയാ. പക്ഷെ ആരാ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക? പോത്തെന്ന് പറഞ്ഞാ വെട്ടുപോത്താവൻ ജാതി. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കുക. ഏതായാലും ജനലും വാതിലൊക്കെ നല്ലോണം കുറ്റിയിട്ടിട്ട് കിടക്കുക. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട. പിന്നെ എന്തേലും ഒരു ആയുധം തലണക്കിലിരിക്കുന്നത് നല്ലതാ. നല്ല വെട്ടുകത്തിയോ വാക്കത്തിയോ ഒരു ബലത്തിന്. ഇന്നല്ലെങ്കിൽ നാളെ അവന് പിടികൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ? എന്തോ ഒന്ന് അനങ്ങിയോ? ഈശ്വര. അല്ല, പേടിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. എന്നാ പിന്നെ വരട്ടെ. ഭഗവാനെ, എന്റെ ഗുരുവായൂരപ്പ. എന്താടാ ഇങ്ങോട്ടൊക്കെ? ആ അപ്പൂട്ടി എന്നെ അന്വേഷിച്ച് കിടക്കുക. അവൻ എന്നെ കൊല്ലും മുതലാളി. അയ്യോ, അവനെ പോലീസിന് ഒറ്റിക്കൊടുത്തത് നീയല്ലടാ. ഞാൻ എന്റെ ആളാണ് അപ്പൂട്ടിന്ന് പോലീസിനോട് പറഞ്ഞത് നീയല്ലടാ റാസ്കിൾ. അത് പോലീസിന്റെ അടി കൊണ്ടപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. പോലീസിന്റെ അടി കൊണ്ടാ നീ അറിയാതെ നിന്റെ തന്തയുടെ പേര് പറയടാ. നന്ദി കേട്ടവനെ. എനിക്ക് അന്നേ അറിയാം ആ ഹേമയെ കൊന്നു നീയാണെന്ന്. ശവം ചാക്കി പൊറിഞ്ഞ് പുഴയെ കൊണ്ടിടാൻ അപ്പൂട്ടി നിന്നെ സഹായിക്കുകയും ചെയ്തു അല്ലേ? അയ്യോ അല്ല, ഞാനല്ല മുതലാളി. കണ്ടോരുണ്ട്, ദൃക്സാക്ഷിയിലുണ്ടാ എന്റെ കയ്യില്. വിട്ടിണ്ട്. ലാസർ മുതലാളിയോടാ കളിക്കണേ നായേ. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ എന്നെ രക്ഷിക്കണം മുതലാളി. കൊന്നവൻ കഴുമരത്തി കേറണം, അത് ഉറപ്പാ. അല്ല, അത്രയും വേണ്ടി വരില്ല. ദേ ഇങ്ങോട്ട് നോക്കിയേ. ആ അപ്പൂട്ടിയുടെ കൈകൊണ്ട് തന്നെയായിരിക്കും നിന്റെ അവസാനം. ഞാൻ ആട്ടെ, ഇതൊക്കെ പോട്ടെ. ഞാനൊരു സഹായം ചെയ്യാം. നിന്റെ ആ 3 തള്ളാരുണ്ടല്ലോ, അവറ്റിനെയും കൂടി നിന്റെ ശവക്കുഴിയിൽ ഒരുമിച്ചിട്ട് മൂടാം. പോണവിടുന്ന്. എടാ പിശാശെ, നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. നീ എന്തിനാ ഈ ആളും വെട്ടോളെടുത്തൊക്കെ വന്ന് നിക്കണേ? എന്നെ രക്ഷിക്കണം മുതലാളി. നിന്നെ രക്ഷിക്കാൻ ഞാൻ എന്താ കർത്താവാ? എടാ സംഗതി ആകെ പുലിവാല് പിടിച്ചിരിക്കുക. നീ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കടാ. ഒളിച്ചൊളിച്ച് ഞാൻ മടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു 2 കുത്ത് ചീട്ട് മേടിച്ചു തരാം. നീ ആ ബസ് സ്റ്റാൻഡിൽ ചെന്നിരുന്ന് കളിക്ക്. എടാ നിനക്ക് ഞാൻ ആവശ്യത്തിന് കാശ് തരുന്നില്ലേ? പിന്നെ എന്നെ ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചാലോ? ഒരു തറവാടിത്തല്ല മോനെ നിനക്ക്. ഇത് പ്രശ്നാവൂട്ടോ. എന്റെ നെലി മേലി നിനക്കറിയാലോ. മുതലാളി എനിക്ക് കുറച്ച് കാശ് കൊടുത്താ ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കോളാം. പിന്നെ ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല.
കുറച്ചെന്ന് വെച്ചാൽ നിനക്ക് എത്ര കാശ് വേണം? 1000 രൂപ മതിയോ? അതുപോരാ, പിന്നെ കുറച്ചുകൂടെ വേണം. എന്നാ അത് പറ. ചുരുങ്ങിയത് ഒരു 1,00,000 രൂപയെങ്കിലും വേണം. 1,00,000? ടാ പൂട്ടാ, 1,00,000 എന്ന് പറഞ്ഞ രൂപ എത്രയാണെന്ന് നിനക്ക് വല്ല പിടിയുണ്ടാ? അറിയാം, അതെനിക്ക് കിട്ടണം. അല്ലെങ്കിൽ കൊലക്കയറെ കയറുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല. പിന്നാരാ? നിന്റെ അച്ഛനും കൂട്ടിന് വരുമോ? ദേ പേടിപ്പിക്കണ്ട, അത് വിട്ട് നമുക്ക് സംസാരിക്കാം. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് മാറി നിൽക്ക്. ദേ വെറുതെ നാട്ടുകാരുടെ കണ്ണി പെടണ്ട. ചെല്ലടാ. എന്നെ വെട്ടിച്ചു പോയാൽ ഞാൻ അങ്ങോട്ട് വരും. എങ്ങോട്ട്? വീട്ടിലോട്ട്. വീണ്ടും അവ എന്നെ പേടിപ്പിക്കാണല്ലോ. ദേ ഇവിടെ ആളും വെട്ടൊക്കെ ഉണ്ട്. നീ അങ്ങോട്ട് മാറി നിന്നേ, ഞാൻ അങ്ങോട്ട് വരാന്ന്. പറഞ്ഞത് കേക്കടാ, ചെല്ലടാ. ഞാൻ പറയുന്ന കേക്കാൻ പറയുന്ന കേക്കാൻ എന്നെ തൊട്ട ചേടാ നായിന്റെ മോനെ, നിനക്ക് കൊല്ലണോ എന്നെ? കൊല്ലണേ കൊല്ല, ഞാൻ കൈയൊട്ടി നേരം. എന്നെ നീ ഒറ്റ കൊടുത്തു, അതിലെനിക്ക് വിഷമമില്ല. കാരണം തെറ്റ് ഞാൻ ചെയ്തതാ. വിഷമം നീ ഇതിൽ പെട്ടുപോയതില്ല. എന്നോട് പകരം വീട്ടാനല്ലേ നീ ഇവിടെയൊക്കെ ചുറ്റിക്കിറങ്ങുന്നത്? ആര് പറഞ്ഞു പകരം വീട്ടാൻ പോകുന്നത്? നിന്നോടല്ല, നിന്നെ എന്നെയൊക്കെ വാലാട്ടിപ്പട്ടിയാക്കിയ നാറിയുണ്ടല്ലോ ലാസർ, അവനോടാ. ഹേമയെ കൊന്ന് എന്റെ കടലിൽ ചാക്കി കെട്ടിയത് ഇതെന്റെ തലയെ വെച്ച് കെട്ടാനല്ലേ? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? ഞാനും നീയും ഒക്കെ പെട്ടുപോയതാടാ. അല്ല, നമ്മളെ പെടുത്തിയതാ. ഹേമയെ കൊന്നത് ഞാനല്ല, ലാസറാ. ലാസറോ? എന്തിന്? അഭിമാനം രക്ഷിക്കാൻ. ഇല്ലെങ്കിൽ അയാളുടെ വീട്ടുപടിക്കൽ അവള് ഗർഭസത്യാഗ്രഹം ഒരിക്കുമെന്ന് പറഞ്ഞു. എടാ, വിഷം കൊടുത്ത അവളെ കൊന്നത്. ശവമാ ഞാൻ കാണുന്നേ. ചാക്കി കെട്ടി പുഴയെ കൊണ്ട് താത്തത് ഞാനാ. എന്തു വന്നാലും രക്ഷിച്ചോളാമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്നെ അവന് കൊല്ലണം. ഞാൻ പിടികൊടുക്കാം. പക്ഷേ എന്നെ നിന്നെയൊക്കെ ചതിച്ച് അവനെ കൊന്നിട്ടേ ഞാൻ പിടികൊടുക്കൂ.
അപ്പൂട്ടി അവന്റെ മറ്റേ കാര്യം കൂടി തല്ലി പിടിക്കടാ. അപ്പൂട്ടി എന്നെ കൊല്ലല്ലേ അപ്പൂട്ടി. എടാ കൊരങ്ങനെ കൊണ്ട് ചുടിചോറ് വാരിക്കുന്ന പോലെ നീ എന്നെ കൊണ്ട് എന്തെല്ലാം ജയിച്ചടാ. അപ്പൂട്ടി വിടാൻ, തൊട്ടുപോഴനെ അപ്പൂട്ടി വിടാൻ. ഇവന്റെ കഴുത്തിൽ കൊലക്കയറി വീഴുന്നത് കാണാൻ നീ ഉണ്ടാവണം. പറയടാ, സത്യം വിളിച്ചു പറയടാ, എല്ലാരും കേക്കട്ടെ. ആരടാ ഹേമയെ കൊന്നത്? എനിക്കറിയില്ല. പറയാൻ, വിളിച്ചു പറയടാ. ആരടാ ഹേമയെ കൊന്നത്? ഞാനാ. ഉറക്കെ പറയടാ. ഞാനാ. കൊല്ലാന്, കൊല്ലാൻ. കണ്ണിട്ട് നാണിച്ച് നിഞ്ച പെരുവിരലൊക്കിയ ദണ്ടിനാടിയേ